130 വർഷത്തോളം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന മുല്ലപ്പെരിയാർ ജനകീയ കൂട്ടായ്മ. മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാടിന് കൃഷിക്കും വ്യവസായത്തിനുമായി ഉപയോഗിച്ചു വരുന്നതാണ്. എന്നാൽ തമിഴ്നാടിന് വേണ്ട വെള്ളം നൽകുവാനുള്ള പുതിയ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്ത പുതിയ ഡാം പണിയുവാനുള്ള നടപടികളാണ് വേണ്ടത്. ഡാം വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നതാണെന്ന് വിവിധ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അതിവർഷവും ഭൂമികുലുക്കങ്ങളും ജനങ്ങളെ കൂടുതൽ ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായി വിവിധ രാജ്യങ്ങളിലായി 1200ഓളം ഡാമുകൾ ഡീകമ്മീഷൻ നടത്തി സുരക്ഷാ ഭീഷണി ഒഴിവാക്കിയിട്ടുണ്ട്. ഡീകമ്മീഷൻ അടിയന്തരമായി ചെയ്യണമെന്ന സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ. കാലപ്പഴക്കം കൊണ്ട് സുരക്ഷാ ഭീഷണി നേരിടുന്ന മുല്ലപ്പെരിയാറിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം ഭീകരമായിരിക്കുമെന്നും ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ഈ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്കയുള്ളതിനാണ് തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഒരംഗമെന്ന മകളെ പോലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളും ഏകദേശം സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ആളുകൾ. അവരുടെ ആ നിലയിലുള്ള വെള്ളമില്ല എന്നത് ഗുരുതരാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തിക്കൊണ്ട് ഈതൻ ഡാം ഡീകമ്മീഷൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിലവിലുള്ള വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ടണലിന്റെ താഴെ ഏതാണ്ട് 50 അടിയോളം താഴെ ഒരു പുതിയ ടണൽ നിർമ്മിച്ച് കൂടുതലായ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി ആ വെള്ളം മുഴുവൻ വേനൽക്കാലങ്ങളിൽ ഉൾപ്പെടെ അവിടെയുള്ള സമതല പ്രദേശത്ത് കുളം കുഴിച്ച് ആ വെള്ളം സ്റ്റോർ ചെയ്ത് വേനൽക്കാലമാകുമ്പോഴേക്കും അത് പമ്പ് ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കത്തക്ക നിലയിൽ തമിഴ്നാട്ടിലെ കൂടുതൽ പ്രദേശങ്ങളിൽ കൂടുതൽ വെള്ളം എത്തിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാനുള്ള സംവിധാനം കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. വാർത്താ സമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ ജനകീയ കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് കുറ്റിയാനി, ജേക്കബ് പുളിക്കൽ, ജമാൽ മേത്താർ, അഹമ്മദ് തോട്ടത്തിൽ, ബി മണി, അഡ്വക്കേറ്റ് കെ ജോർജ, അഡ്വക്കേറ്റ് സി പൗലോസ്, അഡ്വക്കേറ്റ് കെ വി മാത്തപ്പൻ, സലീം പുത്തുക്കാടൻ, കെ എച്ച് അബ്ദുള്ള എന്നിവരും പങ്കെടുത്തു. Bobby Chamanur International Jeweler.